പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലുള്ള വ്യത്യാസം അയാൾ ഒരു റിപ്പീറ്റഡ് ഒഫൻഡർ ആണ് എന്നുള്ളതാണ്. ഇത് ആദ്യത്തെ ഒഫൻസ് അല്ല അദ്ദേഹത്തിനെതിരെ, ഇത് മൂന്നാമത്തെ പരാതിയാണ്. ഈ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചത് ഇപ്പോൾ അറസ്റ്റ് ചെയ്തപ്പോഴല്ല, കഴിഞ്ഞ തവണ അറസ്റ്റ് ചെയ്യാതിരുന്നപ്പോഴാണ്. കാരണം പോലീസിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ആമ്പിൾ ആയിട്ടുള്ള ടൈമും ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, സമയം ധാരാളം ഉണ്ടായിരുന്നു. ഇയാൾ ഒളിവിലാണ്, ബാംഗ്ലൂരിലാണ്, മറ്റേ സത്യമംഗലം കാട്ടിലാണ്, അവിടെയാണ് ഇവിടെയാണ്. പോലീസിന്റെ മൂക്കിന്റെ കീഴിൽ നിന്നാണ് അദ്ദേഹം പോകുന്നത്. ആദ്യത്തെ പരാതി ഉണ്ടാവുന്നു, ആദ്യത്തെ പരാതിയിൽ ഇവർ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ മുൻകൂർ ജാമ്യം എത്രാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് പറയുന്നു. രണ്ടാമത്തെ കംപ്ലയിന്റിൽ അപ്പോഴും അറസ്റ്റ് ചെയ്യായിരുന്നു. രണ്ടാമത്തെ ഈ അതിജീവിത വന്നിട്ട് മുഖ്യമന്ത്രിക്ക് ഓഫീസിൽ പരാതി കൊടുക്കുന്ന സമയത്ത് ഇദ്ദേഹം പാലക്കാട് ഉണ്ട്, ഇവിടെ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. പോലീസിന് വളരെ കൃത്യമായിട്ട് അറിയാം. അതായത് ഫസ്റ്റ് വിക്ടിം വന്ന് കംപ്ലയിന്റ് കൊടുക്കുന്നതിന് മുൻപേ തന്നെ ഓൺലൈനിൽ വന്നിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും ശബ്ദ സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലും പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസ് രജിസ്റ്റർ ചെയ്തത് പരാതിക്കാരി മുന്നോട്ട് വരാത്തതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരുന്നു പോലീസ് നിന്നിരുന്നത്. ഒരു പരാതിക്കാരി വരികയും ഈ പറയുന്ന പരാതി സാധൂകരിക്കുകയും ചെയ്യുന്ന നിമിഷത്തിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യായിരുന്നു. പക്ഷേ പോലീസ് അതിൽ വേണ്ടത്ര അവധാനത പുലർത്തിയില്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ കാണാൻ ഒരാൾ വരുന്നത് ഓടിക്കയറി ചെല്ലുകയല്ല ചെയ്യുന്നത്. മുൻകൂറായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനുമതി എടുക്കുന്നുണ്ട്, ഇത്ര മണിക്ക് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, അവർ വരുന്നത് ഇന്ന കാര്യത്തിനാണെന്ന് അറിയാം, അപ്പോൾ ഇത്ര മണിക്ക് ഇവർ വന്ന് പരാതി കൊടുക്കും. പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ആ സമയത്ത് തന്നെ ഇയാളെ നിരീക്ഷണത്തിൽ നിർത്തണമായിരുന്നു. അതൊന്നും ചെയ്തില്ല. ഇവിടെ പരാതി കിട്ടി FIR രജിസ്റ്റർ ചെയ്ത് 4 മണിക്കൂറിനുള്ളിൽ ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഇദ്ദേഹം പിടികിട്ടാത്തൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞു. പിന്നീട് ദിവസങ്ങളോളം പരിശോധനയാണ്. കേരള പോലീസ് ബാംഗ്ലൂരിലേക്ക് പോകുന്നു, മംഗലാപുരത്തേക്ക് പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. രാഹുലിനെ അവിടെ കണ്ടതായി പറയുന്നു. ഇവരെത്തുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് രാഹുൽ അവിടെ നിന്ന് ചാടിപ്പോയതായി പറയുന്നു. ബാംഗ്ലൂരിലെ ഒരു അഭിഭാഷക അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതായി പറയുന്നു. അവരുടെ ഗൂഢസംഘത്തിലേക്ക് കേരള പോലീസിന് കടന്നു ചെല്ലാൻ കഴിയില്ല എന്നുള്ള നിലയിലൊക്കെയുള്ള വാർത്തകൾ വരുന്നു. സത്യത്തിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണക്കേട് ഉണ്ടായിട്ടുള്ള, അറസ്റ്റ് ചെയ്യാൻ കഴിയാതെ വന്നിട്ടുള്ളൊരു സാഹചര്യമാണ്. അവസാനം ഇത് മതിയാക്കി ഒരു തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായി. അവസാനമാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് കോടതി ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം, ബെയിൽ ആപ്ലിക്കേഷൻ അപ്പോഴും അനുവദിച്ചിട്ടില്ല, ബെയിൽ ആപ്ലിക്കേഷൻ പെൻഡിങ് ആണ്, അത് ഇരിക്കുന്നത് വരെ, ഇതിൻ്റെ മുകളിൽ തീർപ്പാവുന്നത് വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു തീർപ്പ് പറയുന്നത്. സ്വാഭാവികമായിട്ടും പോലീസ് എന്താ ചെയ്യുന്നത്? പോലീസ് അവിടെ ഒരു നാണം കെട്ട് നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ പുതിയൊരു പരാതി വരുമ്പോൾ ആ പരാതിയുടെ മുകളിൽ ഇതുവരെ മുൻകൂർ ജാമ്യം കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ള സാധ്യതയാണ് അവിടെ ഉപയോഗിക്കുന്നത്. മറ്റ് 2 പരാതികളിലും മുൻകൂർ ജാമ്യം ഉണ്ട്. മൂന്നാമത്തെ കംപ്ലയിൻറ്റിൻ്റെ മുകളിൽ അയാൾക്ക് നോ അറസ്റ്റ് എന്ന് പറയുന്ന ഓർഡർ ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുഖം രക്ഷിക്കുക.